അറിവിലേക്ക് വന്ന വിഷയം ഇതൊരു രസകരമായ വിഷയമാണ്. അറിവിലേക്ക് നമുക്കൊരു വിവരം വന്നു കഴിഞ്ഞാൽ മനുഷ്യനൊഴികെ മറ്റു മൃഗങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ആഹാരം മുന്നിൽ വന്നാൽ അവർ യെസ് പറയും, അല്ലാത്തത് എന്ത് വന്നാലും നോ പറയും. മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്ത് വിഷയവും അറിവിലേക്ക് വന്നാൽ അതിനകത്ത് തിരിച്ചറിവുണ്ടാക്കാനോ അതിനെ കൃത്യമായിട്ട് അറിഞ്ഞ് പഠിച്ച് നോ പറയാനും യെസ് പറയാനും പറ്റുന്നുള്ളൂ. എല്ലാ ഇൻഫർമേഷനും നമ്മളിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അറിവിലേക്ക് വന്നാൽ ആറ്റിക്കളഞ്ഞാലും അളന്നേ കളയാവൂ എന്ന് പറയുന്ന പോലെ നമ്മൾ അറിവിലേക്ക് എന്ത് വിഷയം വന്നാലും അതിലേക്ക് നോ പറയുന്നെങ്കിലും യെസ് പറയുന്നെങ്കിലും അതിനെ പൂർണ്ണമായും അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് വേണ്ടതാണ് വേണ്ടാത്തതാണ് എന്ന് തീരുമാനിക്കാൻ. കാരണം മനുഷ്യന് അത്രയും ശേഷിയുണ്ട്, തലച്ചോറിന് അത്രയും പവറുണ്ട്. എത്ര ഇൻഫർമേഷനെ വേണമെങ്കിലും അറിയാനും അതിനെ തിരിച്ചറിയാനുമുള്ള ശേഷിയുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അറിവിലേക്കൊരു വിഷയം വന്നാൽ അതിനെ തിരിച്ചറിഞ്ഞിട്ട് വിട്ടുകൂടാ? സത്യമല്ലേ? ഇനി നോ പറയുവാണെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ആവശ്യമില്ല എന്ന് 100% ഉറപ്പിച്ചിട്ടൊന്ന് നോ പറയുക. യെസ്സാ പറയുന്നെങ്കിൽ തിരിച്ചറിവുണ്ടാക്കാൻ എത്ര സമയമെടുക്കും? അതേപോലെ തന്നെ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ എത്ര സമയമെടുക്കും? നമുക്ക് ഉപകാരമുള്ള മേഖലയോ അല്ലെങ്കിൽ വിഷയത്തെ ആയിരിക്കും നമ്മൾ യെസ് എന്ന് പറയുന്നത്. ആ യെസ് എന്ന് പറയുമ്പോൾ എത്ര ശതമാനം യെസ് പറയാൻ പറ്റും എന്നുള്ളത് ഇവിടെ ഒരു പ്രസക്തമായ കാര്യമാണ്. അപ്പം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അതിനെ വെച്ചൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു വിഷയത്തെ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ബാലാരിഷ്ടതകളുണ്ടാകും. തുടക്ക സമയത്ത് നമുക്ക് ആ വിഷയം അറിഞ്ഞുകൂടാത്തതിൻ്റെ പേരിലും പഠിക്കാൻ തുടങ്ങുന്നതിൻ്റെ പേരിലുള്ള ബാലാരിഷ്ടതകൾ. ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പം ആദ്യം നമ്മളത് കണക്ട് ചെയ്യുമ്പോൾ ഡഷ് എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കും, ബും പൊട്ടിത്തെറിച്ചു. കാരണം എവിടെ തൊടണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രണ്ടാമത്തെ വർഷമാകുമ്പോൾ അത് എവിടെ തൊട്ടാൽ എങ്ങനെ അടിച്ചു പോകുമെന്നുള്ള കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റും. മൂന്നാമത്തെ വർഷമാകുമ്പോഴത്തേക്ക് ആ കമ്പോണൻ്റ് എല്ലാം കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് ആ സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. നാലാമത്തെ വർഷമാകുമ്പം ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാനും പറ്റുന്ന തരത്തിൽ നമ്മളെ അറിവ് മുന്നേറും, അല്ലേ? അപ്പം ഇങ്ങനൊരു ഘട്ടം ഓരോ വിഷയത്തിനുമുണ്ട്, ഓരോ ആശയങ്ങൾക്കും ഓരോ പ്രവർത്തനങ്ങൾക്കും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു വിഷയത്തോട് നമ്മൾ യെസ് പറയുവാണെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന യെസ് ഉണ്ടാക്കാൻ ഏറ്റവും ചുരുങ്ങിയ സമയം എടുക്കുന്നെങ്കിൽ ആ വിഷയത്തോട് നമ്മൾ അതിയായ ആത്മാർത്ഥത കാണിക്കുന്നു എന്നുള്ളതാണ്. എന്ത് വിഷയം വന്നാലും അത് ആത്മാർത്ഥമായിട്ട് അതിനോടുള്ള സമീപനം എടുക്കുക. ആ വിഷയത്തിൽ നമ്മൾ ഏറ്റവും പുലിയായി മാറുക എന്നൊരു സമീപനം എടുക്കുക. വിജയം കണ്ടെത്താനായിട്ടാണ് ആ വിഷയം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിജയം ഒരു ചരിത്രമാക്കി മാറ്റാൻ നമുക്ക് ശ്രമിക്കാം.